33,000 പ്രൈവറ്റ് ബസ്സുകളുണ്ടായിരുന്നു കേരളത്തിൽ. അതിപ്പോൾ 8,000-ത്തിനടുത്തേക്ക് ചുരുങ്ങിയത് പ്രിയദർശിനി കൊണ്ടല്ല. അപ്പോൾ ഒരു ക്രൈസിസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു നടപടിയും എടുത്തതായി നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ നമ്മുടെ പുതിയ ഗവൺമെൻറ് എന്ന രീതിയിൽ, ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ 33,000 ബസ്സുകൾ വെറും 7,000, 8,000 ആയിട്ട് കുറഞ്ഞതെന്നും കൂടെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ടാക്സ് 50% നമ്മൾ കുറച്ചത്. ടാക്സ് കൂട്ടുക എന്നല്ലാതെ ഇതിന് മുമ്പ് ഒരിക്കലും സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ആ ടാക്സ് കുറച്ചതിലൂടെ തന്നെ പൊതുഗതാഗത രംഗത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ഗവൺമെൻറ് അവരെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭാവിയിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കാനാണല്ലോ നമ്മൾ ഒരു ഹൈപ്പവർ കമ്മിറ്റി വയ്ക്കുന്നത്. ആ കമ്മിറ്റിയുടെ പഠനത്തിൽ എന്തുകൊണ്ടാണ് ഈ 33,000 ബസ് 8,000-ആയി കുറഞ്ഞതെന്നും കൂടെ അവർ പഠിക്കട്ടെ. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കോ തർക്കങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ പ്രശ്നങ്ങളോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ ഒരു സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് പ്രിയദർശിനി വന്ന പ്രശ്നമല്ല, അതിനു മുമ്പ് ഈ 10 വർഷക്കാലം ആ രംഗത്തെ തകർത്തത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രശ്നവും കൂടെ അതിൽ ഉൾച്ചേരുന്നുണ്ട്. അതിപ്പോൾ ആരും ഞാൻ കുറ്റപ്പെടുത്താനൊന്നുമില്ല. മറ്റൊന്ന്, എല്ലാ സ്ഥലത്തും ഈ പ്രശ്നമില്ല. അത് ഞങ്ങൾ ആ ചർച്ചയിൽ കൂടെ വ്യക്തമായി. ഇപ്പം നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ്സുകളുള്ള ഒരു താലൂക്ക്. അവിടെ പ്രൈവറ്റ് ഇല്ല, അപ്പോൾ അവിടെ പ്രശ്നമില്ല. മലപ്പുറം ജില്ലയിൽ ആകെ 68 ഓർഡിനറി ബസ്സേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ. അപ്പോൾ മിക്ക സ്ഥലത്തും അവിടുത്തെ പ്രൈവറ്റിന് ഈ പ്രോബ്ലം ഇല്ല. അതേപോലെ എന്നാൽ അതേസമയം കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളൊക്കെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പോകുന്നുണ്ട്. പാലക്കാട്, തൃശ്ശൂർ റൂട്ട് ഒപ്പത്തിനൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം പോകുന്ന സ്ഥലങ്ങളിൽ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ വലിയ പ്രശ്നമില്ല, നിങ്ങൾക്കറിയുന്ന സ്ഥലമല്ലേ. അപ്പോൾ അവിടെ പ്രൈവറ്റാണ് ഉള്ളത്. 10-1 പോലും ഓർഡിനറി ബസ്സിലോ KSRTC പോകുന്നതിന് മിക്കവാറും ഫാസ്റ്റും ഉള്ള വണ്ടികളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഓർഡിനറി ബസ്സിൽ മാത്രമല്ലേ പ്രിയദർശിനിക്ക് ഇപ്പോൾ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ആ പ്രിയദർശിനി ഇന്ന് ജനങ്ങൾ അംഗീകരിച്ച, ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഏറ്റവും മഹത്തായ ഒരു സർക്കാർ നടപടിയാണ്. അതൊരു പ്രശ്നമല്ല, അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രശ്ന പരിഹാരമാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന്, അവരുടെ അച്ഛനമ്മമാരെ, അവരുടെ മക്കളെ സംരക്ഷിക്കുന്നതിൽ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് VD സതീശൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രിയദർശിനിയിൽ കൂടിയാണ്. ഏതാണ്ട് 25% പാവപ്പെട്ട പണിയെടുക്കുന്ന സ്ത്രീകൾ, അധ്വാനിക്കുന്ന സ്ത്രീകൾ, വർക്കിംഗ് വിമൻ, അവരുടെ 25% യഥാർത്ഥ കൂലി വർദ്ധിച്ചിരിക്കുകയാണ്. കൂലി വർധനവില്ലാതെ കൂലി വർദ്ധിച്ച ഒരു വലിയ വിപ്ലവമാണ് വാസ്തവത്തിൽ പ്രിയദർശിനിയിലൂടെ ഈ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ആ പ്രിയദർശിനി എന്ന വലിയൊരു പബ്ലിക് പോളിസിയുടെ വിജയം അത് മറ്റാരുടെയും പരാജയമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാനാണല്ലോ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അത് കഴിയട്ടെ. വയനാട് ഇന്ന് 1 രൂപയാണ് ഇപ്പോൾ കൺസെഷൻ നിരക്ക്. അത് 3 രൂപ നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിലെ സ്വകാര്യ ബസ് ഉടമകൾ. അപ്പോൾ അതിന് എങ്ങനെയാണ് സർക്കാർ കാണുന്നത്? ഈ കൺസെഷൻ നിരക്കിലൊക്കെ കാലോചിതമായ മാറ്റം വരുത്തേണ്ട സമയമായിട്ടില്ല? അല്ല, അതുകൂടെ പരിശോധിക്കാം. കാലോചിതമായ മാറ്റം പരിശോധിക്കണമെന്ന് നിശ്ചയിച്ച ഒരു കൺസെഷൻ നിരക്ക് ആർക്കും ഒറ്റയടിക്ക് അവരുടെ നിലയ്ക്ക് മാറ്റുന്നത് ഒരു ഭംഗിയല്ല. അതൊരു വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ളതല്ലേ. അത് വിദ്യാർത്ഥി സംഘടനകളായാലും ഗവൺമെൻറ് ആയാലും അത് അങ്ങനെ ഇഷ്ടം പോലെ വിരിക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും, വിദ്യാർത്ഥി സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചോദിക്കാം, എന്താണ് അവരുടെ അഭിപ്രായം ചോദിക്കാം. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ വന്നൊരു ആളാണ്. ഈ പാലക്കാട് വെച്ചാണ് യാദൃശ്ചികമായിട്ട് പറയുകയാണ്, ഇവിടെ നിന്നാണ് ഞാൻ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണം. അപ്പോൾ അത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം, ഇപ്പോൾ 50% പേര്, 50-ലധികമാണ് വിദ്യാർത്ഥിനികൾ
വിദ്യാർത്ഥിനികൾക്കെല്ലാം ഫ്രീ ആയി ഓർഡിനറിയിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു കാര്യമാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഓർഡിനറിയായി, അവർക്കും ഫ്രീ ആണ്. വിദ്യാർത്ഥിനി സമൂഹം വളരെയധികം അത് പിന്താങ്ങുന്നുണ്ട്. ആൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. മലബാർ ഇത് രണ്ടും കൂടെ നമുക്ക് ചേർന്ന് പോവില്ല. മലബാർ മേഖലയിൽ വേണ്ടത്ര KSRTC സർവീസുകളില്ലെങ്കിൽ സർവീസുകൾ ഉള്ളത് കൊണ്ട് ഉള്ള പ്രശ്നം പ്രൈവറ്റ് മേഖലയ്ക്കില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇവിടെ മലബാറിലെ പ്രശ്നം KSRTC ഇല്ലാത്തതാണെങ്കിൽ അപ്പോൾ KSRTC ഇല്ലാത്തതുകൊണ്ട് KSRTC ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ ഒരാളുടെ പണിമുടക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തകർക്കാൻ ഞാനൊരു സ്ട്രൈക്ക് ബ്രേക്കറല്ല ഒരു കാലത്തും. ഈ ഗവൺമെൻറ്റും പണിമുടക്കിനെ അടിച്ചു പൊളിക്കാൻ, ആശാസമരം പൊളിക്കാൻ പിണറായി വിജയൻ നടന്ന പോലെയൊന്നും ഞങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പണിമുടക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിലുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ വ്യാപകമായിട്ടുള്ള ഈ പിഴ പിരിക്കുന്നത്, പക്ഷേ കേരളത്തിൽ പിഴ പിഴവ് കണ്ടെത്തി പിഴ പിരിക്കാൻ കഴിയുന്നില്ല. അതൊരു പ്രശ്നമായി നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 18 കോടി പിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 53,000 രൂപ മാത്രമാണ് പിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിഴ പിരിക്കൽ നമ്മുടെ ഒരു ലക്ഷ്യമല്ല, നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് പിഴ. അത് കോട്ടയിട്ട് പിരിക്കേണ്ട ഒരു കാര്യമല്ല.